അങ്ങനെ ഏട്ടൻ്റെ മക്കൾ പോയി. പിറ്റേന്നാൾ നേരം വെളുത്തിട്ട് ഇവിടെ കച്ചറ. എൻ്റെ ഏട്ടൻ്റെ മക്കൾ വന്നിട്ട് നീ പറഞ്ഞ് വിട്ടില്ലേ, നീ കച്ചറയാക്കിയില്ലേ, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഇവിടെ കച്ചറയാക്കുന്നു. അമ്മ മടുത്ത് നിൽക്കുകയല്ലേ. അമ്മ പറഞ്ഞ് ഇനി നിൻ്റെ കൂടെ ജീവിക്കില്ല, മതിയായി, ജീവിതം മതിയായി, ഇനി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നൊരു തീരുമാനത്തിലെത്തണം എന്ന് പറഞ്ഞ്. അന്നേരം അച്ഛൻ ചോദിച്ചു, നീ എന്തെന്നാ തീരുമാനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചേ. അതെന്നോട് പറയേണ്ട ആവശ്യമില്ല, അത് തീരുമാനിക്കുമ്പോൾ ഞാൻ അങ്ങ് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ പോയി അവിടെയുള്ള വലിയ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന്. ഒരു 10-20 ആളുണ്ട്, 10 വീടുണ്ടല്ലോ. പോരാത്തതിന് അവിടെ ഉള്ള നാട്ടുകാരും ഉണ്ടല്ലോ, നല്ല പ്രായം കൂടിയവരെയൊക്കെ കൊണ്ടുവന്ന്. എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ കസാലയിട്ട് ഇരുത്തി, മുറ്റത്തിരിക്കുന്ന എല്ലാ എണ്ണം കല്യാണ വീട് പോലെ. അന്നേരം ഇവനെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എനിക്ക്, ഇവൻ്റെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞ്. ഇവൻ ഒരിക്കലും എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. കുടിയും പിടിയും അടിയും ഇതന്നെയാണ്. പോരാത്തതിന് ഒരു തിനിയും കൊണ്ടുവന്ന്, ഓള് പോലീസിനെയും കോടതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന്. എനിക്ക് ഇനി കയ്യല്ലെന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും കൂടി അച്ഛനെ പറഞ്ഞ്, എന്താ സ്വാമി, പെണ്ണുങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ? എന്തെന്നാ നിങ്ങൾ കളിക്കുന്ന, എങ്ങനെയാണോ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങളെന്താ ചെറിയ കുട്ടികളായിട്ടാ 24 മണിക്കൂർ അടിയുണ്ടാക്കിയിട്ട് പിന്നെ ഒന്നിച്ച് കൂടാൻ? കുറച്ചെങ്കിലും ഒരിത് വേണ്ടേ, ബുദ്ധി വേണ്ടേ? എന്തെന്നായത് എന്ന് പറഞ്ഞു. അതിന് അച്ഛനൊന്നും അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അച്ഛൻ മിണ്ടാണ്ട് നിൽക്കുന്നു. അമ്മയാ സംസാരിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ വിളിച്ച് അമ്മ അങ്ങോട്ട് വന്നു പറഞ്ഞ്. എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, അവർ ഈ പ്രായം കൂടിയ മുത്തച്ഛനുണ്ടല്ലോ അവിടെ ഇരിക്കുന്നത്, അവർ നിന്നോട് ചോദിക്കും, നിനക്ക് അച്ഛൻ വേണോ അമ്മ വേണോ എന്ന് ചോദിക്കണം. അന്നേരം നീ പറയണം, എനിക്കമ്മ മാത്രം മതി, അച്ഛൻ വേണ്ടെന്ന് നീ പറയണം എന്ന് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടുന്ന് അടി കിട്ടൂലേ. അതുകൊണ്ട് സെൽവി ഞാൻ അതുപോലെ പറയാം എന്ന് പറഞ്ഞ് ആ അടിയിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഉപദേശിക്കുന്നുണ്ടല്ലോ അച്ഛനെ. എന്നിട്ട് അമ്മയ്ക്ക് വാശി തന്നെ, എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി, ഞാൻ എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നാട്ടിൽ എൻ്റെ അമ്മയും എനിക്ക് കുടുംബക്കാരും എല്ലാവരും ഉണ്ട്, എൻ്റെ നാട്ടിൽ പോയി ഞാൻ കൃഷിപ്പണിയെടുത്ത് ഞാൻ ജീവിച്ചോളും. ഇവിടെ ഈ പണിയെടുത്ത് ജീവിക്കണമെന്ന് എനിക്ക് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അതിന് അച്ഛനൊന്നും ഇറങ്ങുന്നില്ല. എന്നിട്ട് അവർ ചോദിച്ചു, ആ വലിയ മുതിർന്ന മുത്തച്ഛൻ ചോദിച്ച്, എന്താ സ്വാമി, ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളോളും സംസാരിക്കുന്നുണ്ട്, എന്നിട്ടെന്താ നിങ്ങൾ ഒന്നും അനങ്ങാത്തത്? എന്തെങ്കിലും പറഞ്ഞോ, ഞങ്ങൾക്കെല്ലാം പണിയുണ്ട്, വേഗം പോകണം എന്ന് പറഞ്ഞു. അതിന് അച്ഛൻ മറുപടി പറഞ്ഞു, ഓള് എന്നെ വേണ്ടെന്നല്ല പറയുന്നത്, എന്നെ വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എനക്കെന്തിനാ ഓള് എന്ന് അച്ഛൻ പറഞ്ഞ്. അന്നേരം ആ മുത്തച്ഛൻ പറഞ്ഞ്, ഇങ്ങനെ രണ്ടാളും പറഞ്ഞാൽ അപ്പോൾ കുട്ടീനാരാ പോറ്റുക? ഒരു കുട്ടിയില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ വഴിക്ക് പോവാം, പെണ്ണുങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ഓല വഴിക്ക് അങ്ങ് പോവാം. ഈ കുട്ടീനിപ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്ക് ആരില്ലാണ്ടാവുമല്ലോ എന്ന് ആ മുതിർന്ന മുത്തച്ഛൻ പറഞ്ഞ്. അതിന് അമ്മ പറഞ്ഞ്, കുട്ടിക്കെന്തിനാ ആരും ഇല്ലാണ്ടാവുന്നത്? എൻ്റെ കുട്ടിയല്ലേ, ഞാൻ കൊണ്ടുപോകും എന്ന് അമ്മ പറഞ്ഞ്. അതിന് അച്ഛൻ മറുപടി പറഞ്ഞ്, അമ്മേനോടല്ല അവിടെയുള്ള മുത്തച്ഛനോട് പറഞ്ഞ്, ഓളെ കുട്ടിയാ എന്ന് പറയാൻ ഓളെ ഞാൻ
കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഓളെ വീട്ടിൽ നിന്ന് ഓള് കൊണ്ടുവന്നിക്കില്ലല്ലോ അതിനെ. ഇവിടെ വന്നിട്ടുണ്ടായതല്ലേ, അത് എൻ്റെ കുട്ടിയും കൂടെയാ, ഞാൻ കൊണ്ടുപോകും എൻ്റെ കുട്ടീനെ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ്. എന്നിട്ട് ആ കുറേ ആൾക്കാരുണ്ടല്ലോ, 20 ആളില്ലേ, ആ വലിയ പ്രായത്തിൽ മൂത്ത ആളല്ലേ സംസാരിക്കുന്നുള്ളൂ. അന്നേരം ആ മുത്തച്ഛൻ പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടാളും ഒന്ന് സമാധാനിക്കേ, കുട്ടീനോട് ചോദിക്കാം എന്നവർ പറഞ്ഞ്. അതിന് അമ്മ സമ്മതിക്കുന്നില്ല. ഓളോട് എന്ത് ചോദിക്കാനാ, ഓക്ക് ഇത്രമാത്രം പ്രായമായ, 5 വയസ്സല്ലേ ആവുന്നുള്ളൂ, ഇവള് ഇതിലൊക്കെ വാക്ക് പറയാനൊക്കെ ആയിനാ, തീരുമാനം എടുക്കാൻ പ്രായം വന്നോ എന്ന് ചോദിച്ച്. അന്നേരം മുത്തച്ഛൻ പറഞ്ഞ്, അതൊന്നും നിങ്ങൾ പറയരുത്, അതും കൂടെയാണ് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളത് ചോദിക്കണം. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം ആക്കി തരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ നിങ്ങളോട് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എതിര് പറയാൻ പാടില്ല, അതനുസരിക്കണം എന്ന് പറഞ്ഞു അമ്മേനോട്. എന്നിട്ട് അമ്മ ഒന്നും അനങ്ങിയില്ല, അമ്മ മിണ്ടാണ്ട് നിൽക്കുന്നു. അന്നേരം കുട്ടീനെ വിളിച്ച് ആ മുത്തച്ഛൻ, മോളെ ഇങ്ങോട്ട് വാ എന്ന് ചോദിച്ച് പറഞ്ഞ് വന്ന്. എന്താ മുത്തച്ഛ എന്ന് കുട്ടി ചോദിച്ചു. അന്നേരം കുട്ടീനോട് ഞാനൊരു ചോദ്യം മുത്തച്ഛൻ ചോദിക്കാൻ പോവാണ്. അതിന് മോള് കറക്റ്റായിട്ടുള്ള മറുപടി പറയണം. അതാണ് ഇവിടുത്തെ തീരുമാനം. മോൾ എന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ മുത്തച്ഛൻ നടത്തി തരും. മോൾക്ക് എന്തെന്നാ വേണ്ടേ, എന്തെന്നാ പറ, അത് ഇവിടെ ഇപ്പം തീരുമാനിച്ചിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം മുത്തച്ഛൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്. കുട്ടി പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ്. മോൾക്ക് അമ്മ വേണോ അച്ഛൻ വേണോ എന്ന് ചോദിച്ച്. അന്നേരം കുട്ടി ഒന്നാലോചിച്ച്. അന്നേരം കുട്ടി പറഞ്ഞേ, മുത്തച്ഛന് 2 കണ്ണില്ലേ, മുത്തച്ഛന് ഏത് കണ്ണാ വേണ്ടത്, ഏത് കണ്ണാ വേണ്ടാത്തത് എന്ന് പറഞ്ഞു. അന്നേരം ആ വലിയ മുതിർന്ന മുത്തച്ഛൻ, ഇതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മേലോട്ട് നോക്കുന്നു. ഇത് 5 വയസ്സ് കുട്ടിയാണോ, 5 വയസ്സ് കുട്ടിയോ അല്ല 500 വയസ്സ് അമ്മച്ചിയോ എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കുട്ടീൻ്റെ അടുത്ത്, ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെയാ മുത്തച്ഛ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം, അമ്മ വേണോ അച്ഛൻ വേണോ എന്ന്. ഒരു കുട്ടിക്ക് 2 ആളും വേണ്ടേ, അപ്പോൾ ആരെയാ ഉപേക്ഷിക്കാൻ പറ്റുമോ, അമ്മയെ വേണ്ടെന്ന് പറഞ്ഞ് ചാടാൻ പറ്റുമോ, ഇല്ല. അച്ഛനെ ഒഴിവാക്കാൻ പറ്റുമോ, അച്ഛനില്ലാണ്ട് എങ്ങനെയാ, പറ്റില്ല. അതുകൊണ്ട് 2 ആളും വേണം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന 20 ആളും കൈയടിച്ച് ഇത് കേട്ടിട്ട്. ഇത് കോടതി പോയാലും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല, ഇത്രയും പെട്ടെന്ന് നല്ല ഒരു തീരുമാനം കുട്ടി പറഞ്ഞത് എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അന്നേരം ആ മുത്തച്ഛൻ പറഞ്ഞ്, ശരി എന്നാൽ അതേപോലെ ഇനി ഒഴിവാവാൻ പറ്റില്ല, നിങ്ങൾ പറയും പോലെ കുട്ടിക്ക് അച്ഛനും വേണം അമ്മയും വേണം എന്നാണ് കുട്ടി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നോക്കണം, ഇനി അങ്ങോട്ട് ഒരുമിച്ച് തുടരുക, ഇങ്ങനത്തെ കച്ചറയൊന്നും പാടില്ല എന്ന് പറഞ്ഞ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും പോയില്ലേ. അമ്മയ്ക്ക് ദേഷ്യം, സെൽവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നമ്മളെന്താ പറഞ്ഞു കൊടുത്തത്,
ഓനെ ഒഴിവാക്കണം വേണ്ടെന്നല്ല പറഞ്ഞത്. ഈ കുട്ടി എന്നെ ചതിച്ചല്ലോ, ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് അച്ഛനും കൂടെ വേണമെന്ന് പറഞ്ഞല്ലോ ഇവള്. ഇനി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വെറുപ്പായിപ്പോയി, കുട്ടീൻ്റെ മേലെ വെറുപ്പായിപ്പോയി. എന്ത് ചെയ്യാനാ, ഒന്നും ആക്കാൻ പറ്റില്ല. അമ്മ പാടും പൊരിയുന്ന്, കടുക് പൊട്ടും പോലെ പൊട്ടുന്നു. നിനക്ക് 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നീ എന്ത് എന്നെ ചതിച്ചില്ലേ, എന്നെ വഞ്ചിച്ചില്ലേ, എന്നോട് ശരിയാന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ വേണമെന്ന് പറഞ്ഞില്ലേ, എന്നാലും നീ അച്ഛൻ്റെ കൂടെ ജീവിക്ക്, നിനക്ക് അമ്മ വേണ്ടല്ലോ എന്ന് പറഞ്ഞ്. അതിന് കുട്ടി മറുപടി പറഞ്ഞു, അമ്മ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, 2 കൂടി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? എന്നോട് ആരാ അങ്ങനെ പറയാൻ പറഞ്ഞത്? വേണ്ടെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞാൽ എന്താ നിനക്ക് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കച്ചറയാക്കുന്നത്. അന്നേരം അച്ഛനെ ലേശം മദ്യപിച്ചതെല്ലാം തെളിഞ്ഞു പോയി. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.